ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം 2-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശ്വനാഥൻ ജനത്തിൻ്റെ ഒരു പ്രത്യേകതരം മനോഭാവത്തെക്കുറിച്ച് പറയുകയാണ്. വളരെ രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈശോ പറയുകയാണ്, ഇങ്ങനെ ചന്തസ്ഥലത്തിൽ നിന്ന് പരാതി പറയുന്ന കുഞ്ഞുങ്ങളെ പോലെയാണ് ചിലർ, നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതായത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ച് നിങ്ങൾ വിലപിച്ചില്ല എന്ന് പരാതി പറയുന്ന കുഞ്ഞുങ്ങളെ പോലെ. അതായത്, ഞങ്ങളുടെ ചിന്തയ്ക്കൊത്ത രീതിയിൽ നീ പ്രവർത്തിച്ചില്ല എന്ന് പരാതി പറയുന്നത്. അതായത്, ഇത് ഈ എൻ്റെ ബൈബിൾ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതരം കളി, ഒരു പ്രത്യേക വിനോദമായിരുന്നു. ഇങ്ങനെ ഒരാൾ കുഴലിൽ ഒതുമ്പം ബാക്കിയുള്ള ഒരു ആഘോഷത്തിൽ ഏർപ്പെടുന്ന പോലെ നൃത്തം ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു കളി. അത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കുട്ടികൾ ഈ കൂടാതിരിക്കുന്ന കൂട്ടുകാരോട് പരാതി പറയുന്നത് പോലെയാണ് ചിലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇത് അവതരിപ്പിക്കുന്നത്. തുടർന്ന് എന്തിനെക്കുറിച്ചാണ് ഈശോ ഇത് പറയുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈശോ ഇത് പറയുന്നത് സ്നാപകനെയും തന്നെയും കുറിച്ച് തന്നെ. അപ്പോൾ സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ട് വന്നു. അവന് പിശാചുബാധയുണ്ടെന്നാണ് പറഞ്ഞത്. അവന് ആഹാരം കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, അവന് പിശാചുബാധയുണ്ട്. എന്നാൽ മനുഷ്യപുത്രൻ ഈശോ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നപ്പോൾ അവൻ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനുമാണെന്ന് മുദ്രകുത്തപ്പെട്ടു. അങ്ങനെയാണ് ആരോപിക്കപ്പെട്ടത്. എന്താണെങ്കിലും ആഗമനകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ ഒന്ന് ചിന്തിക്കാം. അതിന് ഒരുപാട് അർത്ഥങ്ങളും സന്ദേശങ്ങളും ഉണ്ടെങ്കിലും ആഗമനകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഈശോയ്ക്കെതിരായിട്ട് അക്കാലഘട്ടത്തിൽ ഈശോയുടെ സമകാലീനരായിട്ട് ആ നാട്ടിൽ ജീവിച്ചിരുന്ന, സ്വന്തം നാട്ടിൽ അതേ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഈശോയ്ക്കെതിരെ പറഞ്ഞ ഒരു ദുഷ്പ്രകടനം അല്ലെങ്കിൽ ദുഷിപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ ഒരു തീറ്റ പ്രിയനാണ്, വീഞ്ഞുകുടിയനാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ഈ പറഞ്ഞ ഒരു തികഞ്ഞ മദ്യപാനിയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചുങ്കക്കാരും പാപികളും ഗാങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടാണ് കൂട്ട്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിനായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ആരോപണമാണ് ഈശോയ്ക്കെതിരെ വരുന്നത്. ഈശോയുടെ അതായത് ഒരു കല്യാണാലോചനയൊക്കെ വരുമ്പോഴത്തേക്ക് ബേസിക്കലി അന്വേഷിക്കുന്ന 2 കാര്യങ്ങൾ: അവൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട്, അവൻ്റെ കൂട്ടുകാരെങ്ങനെയുണ്ട്. ഇത് രണ്ടുമാണ് ചോദിക്കുന്നത്. നിന്റെ കൂട്ടുകാരാരെന്ന് പറയുക, നീ ആരാണെന്ന് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞ പഴമൊഴി നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ഈശോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ ഭയങ്കര തീറ്റയും കുടിയുമായിട്ട് നടക്കുന്നവനാണ്, അവൻ്റെ കൂട്ടുകാരും ശരിയല്ല, ചുങ്കക്കാരും ഭാവികളൊക്കെ എന്നാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈശോയുടെ ശത്രുക്കൾ പറഞ്ഞ ദുഷിപ്പാണിത്, ഒരു ദുഷ്പ്രചരണമായത്. പക്ഷേ ഈശോ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിരുന്നു എന്ന് പറയുമ്പോൾ he was a man of celebration. ആ ദൈവം മനുഷ്യനായി മാറിയപ്പോൾ ആ മനുഷ്യൻ ആഘോഷങ്ങളുടെ മനുഷ്യനായിരുന്നു. യേശു ആഘോഷങ്ങളുടെ മനുഷ്യനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈശോയെ. അത് ബൈബിളിലുടനീളം ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത്. അതിനെ വിരുന്നുകളുടെ സുവിശേഷം എന്നൊക്കെ തന്നെ വിളിക്കുന്ന പോലും. കാരണം എന്തോരം വിരുന്നുകളാണ് ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഈശോ പങ്കെടുത്ത അനേകം വിരുന്നുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ്, ഈശോ പത്രോസിൻ്റെ വീട്ടിൽ ഇതിൽ കഴിക്കാൻ പോയതായിരിക്കണം. ഇനി ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാനായിലെ വിവാഹ വിരുന്ന്, അതൊരു സെലിബ്രേഷൻ, ഒരു പാർട്ടിക്ക് പോയിരിക്കുക ഈശോ. അവിടെ പോയി നല്ല ഫുഡടിച്ച് നല്ലോണം വൈനൊക്കെ കുടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈശോ മാൻ ഓഫ് സെലിബ്രേഷൻ, ആഘോഷിക്കുക എന്നുള്ളത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയ്ക്കെതിരെ അത് വലിയൊരു ആരോപണമായിട്ട് പോലും വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിശ്ചയമായും ആ നാട്ടിലെ ജനങ്ങളൊക്കെ ഈശോ ഇങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി. ഞാനൊരു പഴയൊരു സിനിമ ഈശോയെക്കുറിച്ചുള്ളൊരു പഴയൊരു സിനിമ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. എനിക്ക് ചോസൻ എന്ന് പറയുന്ന വെബ് സീരീസിലും അത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഈശോ ഇങ്ങനെയുള്ള പാർട്ടിക്കൊക്കെ പോയിട്ട് അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്, അവരുടെ കൂടെ പാട്ട് പാടി അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ റിയാലിറ്റി ആയിരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈശോ ഇങ്ങനെ മർത്തയുടെ മറിയത്തിൻ്റെ വീട്ടിൽ പോയി. മർത്ത ഓടി കടന്ന് ഭക്ഷണം റെഡിയാക്കിയ. കാരണം മർത്തയ്ക്കറിയാം ഇവന് നല്ലോണം കഴിക്കും, ആഹാരം കഴിക്കുന്ന ഒരാളാണ്, നല്ലോണം ആസ്വദിക്കുക. ഈ നല്ലോണം ആഹാരം കഴിക്കുക, വീഞ്ഞു കുടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മദ്യപാനം എന്നുള്ള രീതിയിലല്ല, അല്ലാതെ വീഞ്ഞു കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥമാക്കുന്നത്
ജീവിതം ആസ്വദിക്കുക, സെലിബ്രേറ്റിംഗ് ദ ലൈഫ്, ജീവിതം തന്നെ ആഘോഷമായിട്ട്, ജീവിതം ആഘോഷിക്കുന്ന മനുഷ്യനായിട്ട് മാറുക. അപ്പം ഇത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മളിങ്ങനെ എനിക്കിത് മോഹൻലാലിൻ്റെ മറ്റൊരു ഡയലോഗാണ്, ഇത് സിനിമയിലാണോ ഇത് പരസ്യത്തിലാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മളെല്ലാം ആഘോഷിക്കണം, നമ്മുടെ സന്തോഷങ്ങൾ ആഘോഷിക്കണം, നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കണം, നമ്മുടെ ദുഃഖങ്ങൾ ആഘോഷിക്കണം, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫിലോസഫി. അതൊക്കെ ആ ഒരു ടൈപ്പ് ഫിലോസഫി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എപ്പിക്യൂറിയനിസം അഥവാ ഇന്ത്യൻ ഫിലോസഫി ബേസ് ചെയ്യുമ്പോൾ ചാർവാക എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന് പറയപ്പെടുന്ന ഫിലോസഫി എന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ രീതിയിലല്ല. അതായത് ഒറ്റ ജീവിതമുള്ള അടിച്ചു പൊളിച്ചങ്ങ് തീർക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ആഘോഷത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഈശോ ആഘോഷിച്ച ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് തൊട്ടടുത്ത വരിയിൽ ഈശോ ആരോടൊപ്പം ആഘോഷിച്ചെന്ന് വ്യക്തമായിട്ടും പറയുന്നുണ്ട്. ഈശോ ആഘോഷിച്ചു, അവൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു എന്ന് ഈശോയെക്കുറിച്ച് പറയുക. അപ്പോൾ അവനെ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനുമായി ചിത്രീകരിക്കുകയും ചെയ്തു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരൻ. അപ്പോൾ ഈശോ ഒരു പാർട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഒരു കാരണം കാണും. ഈശോ ആരുടെയെങ്കിലും വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചെങ്കിൽ അത് ആ നാട്ടിലെ പ്രമാണിയുടെ വീടല്ല, ആ നാട്ടിലെ ഏറ്റവും വലിയ അധികാരമുള്ളവൻ്റെ വീടല്ല, അധികാരമുള്ളവൻ്റെ സമ്പത്തുള്ളവൻ്റെ ഒക്കെ വീട് നോക്കിയിട്ടല്ല യേശു ഭക്ഷിക്കാൻ പോയത്. ചുങ്കക്കാരനായ ലേവി മത്തായിയുടെ വീട്ടിൽ പോയി, സക്കേവൂസിൻ്റെ വീട്ടിൽ പോയി, മർത്തയുടെ വീട്ടിൽ പോയി. ഇവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ, അവരുടെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഈ സക്കേവൂസ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമല്ല, പക്ഷെ അയാൾ സ്നേഹത്തിൽ ദരിദ്രനാണ്. അയാളെ ആരും ചേർത്ത് പിടിക്കുന്നില്ല, അയാളോട് ആരും അടുക്കുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യൻ. അതിന് നമ്മൾ സക്കേവൂസിനെ കാണും. ചുങ്കക്കാരെ ഇങ്ങനെ മാറ്റി നിർത്തിയാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഈശോ പാർട്ടി കൂടുന്നത്. ഈ 12 പേരോടൊപ്പം അന്ത്യത്താഴത്തിനിരിക്കുന്ന അവസാനത്തെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ, മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഒരു ഈശോയുടെ പ്രസൻസ് സെലിബ്രേഷനിലേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ് ഈശോ അതിനെ കാണുന്നത്. ഒരു ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പിന്നീട് ഗെത്സമേനിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തിബേരിയസിന്റെ തീരം വലിയൊരു ആഘോഷമായിട്ട് മാറിയ, വലതറച്ച് മീൻ കിട്ടിയ ശിഷ്യന്മാരാ വലയം വരച്ച് തീരത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈശോ ഒരു പാർട്ടി ഒരുക്കി കാത്തിരിക്കുക. അപ്പവും ചുട്ട് മീനും വറുത്തൊക്കെ വെച്ച് ഇങ്ങനെ ഈശോ കാത്തിരിക്കുക. ഇങ്ങനെ ഭക്ഷണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പാർട്ടികൾ ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഉയർത്തെഴുന്നേറ്റ് ഈശോ തിബേരിയസിന്റെ തീരത്ത് മാത്രമല്ല എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെയും കാണുന്ന ഒരു വിരുന്നിന്റെ ഒരു ഭക്ഷണമേശയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആഘോഷമാണ്. ഞാനിങ്ങനെ ആഘോഷങ്ങളുടെ ആഘോഷം എന്ന രീതിയിലാണ് നമ്മൾ ക്രിസ്മസിനെ കാണുന്നത്. ഈസ്റ്ററാണ് ഏറ്റവും വലിയ തിരുനാളെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഒരു ആഘോഷം, ക്രിസ്മസ് ലോകം മുഴുവൻ ഇങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവം മൊത്തം ഇല്ലുമിനേഷൻ, ഇങ്ങനെ ഡെക്കറേഷൻ, നല്ല ഫുഡ്, കേക്ക്, വൈൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിസ്മസ് ഇങ്ങനെ അങ്ങോട്ട് ഏറ്റവും ഭംഗിയായിട്ട് മാറുമ്പോൾ ഈശോ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഒരു വിരുന്നിനൊക്കെ വേണ്ടി തിരക്കിപ്പോയ ആളുകളെന്നൊക്കെ പറയുന്നത് തീരെ പാവപ്പെട്ടവരാണ്. നമ്മൾ ആ കാനാലെ കല്യാണം തന്നെ ഓർത്ത് നോക്കിയാൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ വലിയ സമ്പന്നൻ്റെ കല്യാണമൊന്നും ആയിരിക്കത്തില്ലത്. ഇങ്ങനെ ഒരു നേരം കഴിക്കാൻ വേണ്ടി 10 തരം അല്ലെങ്കിൽ 20 തരം ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന കല്യാണം ഇരുന്നു നല്ലത്. നമ്മൾക്ക് ചില കല്യാണത്തിന് 1, 2, മാക്സിമം 3 ഐറ്റം ഒക്കെ ഓക്കെ. സീ ഫുഡ് മൊത്തം, മീറ്റ് ഐറ്റം മൊത്തം, അങ്ങനെ പിന്നെ പൊറോട്ട, ഇടിയപ്പം, കപ്പ, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ഒരു 10-20 ഐറ്റം നിരത്തി വെച്ചുകൊണ്ട് അവസാനം ഇതെല്ലാം കൂടെ എല്ലാത്തിൽ നിന്നും കുറേ ഭാഗം വേസ്റ്റാക്കി കളയുന്ന ദൂർത്തിൻ്റെ ആഘോഷങ്ങളും ഉള്ളൊരു കല്യാണമല്ല കാനാല് വിരുന്നൊക്കെ പറയുന്നത്. കാനാല് വിരുന്ന് വീഞ്ഞ് തീർന്നു പോയ, വിരുന്നുകാരന് വീഞ്ഞ് പോലും തികയാതെ പോയൊരു പാവപ്പെട്ട വീട്ടിലാണ് നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടത്. ആ കാനാല് പെൺകുട്ടിയുടെയൊക്കെ ആ മണവാട്ടിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഖലീൽ ജിബ്രാൻ്റെ പുസ്തകത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അവൾ പറയുന്നതായിട്ടൊക്കെ. അപ്പം ഇങ്ങനെ തികഞ്ഞ ദാരിദ്ര്യമുള്ളൊരു വീടായിരുന്നിരിക്കണം ആ കാനായിലെ കല്യാണം നടന്ന വീടെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള വീട് വരെയൊക്കെ യേശു പോയത്. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ ആഘോഷമായ ക്രിസ്മസിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അങ്ങനെയുള്ള വീടുകളുണ്ടോ? അവരോടൊപ്പം ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ആഘോഷിക്കാൻ സഹായിക്കാൻ പറ്റും. ഇങ്ങനെ എൻ്റെ ഇടവുകളിലൊക്കെ ഞാൻ ചെയ്തൊരു കാര്യം,
സഹായിക്കാൻ മനസ്സുള്ള നല്ല മനുഷ്യർ ക്രിസ്മസിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ അവരെ കൊണ്ടാകുന്ന ചെറിയ തുകയോ സാധനങ്ങളോ ഒക്കെ കൊണ്ട് കൈത്തരാൻ പറയും. എന്തിനെന്ന് വെച്ചാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത, ഒത്തിരി നല്ല ഭക്ഷണം കഴിക്കാനും ഒരു സ്റ്റാർ വാങ്ങിച്ചിടാനും അതുപോലെ എന്തെങ്കിലും അവിടുത്തെ ഏറ്റവും ഇളയ കുഞ്ഞിനെങ്കിലും ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന വീട്ടുകാർക്ക് സഹായിക്കാനായിട്ട് സന്മനസ്സുള്ളവർ പങ്കുവെപ്പ് നടത്തി കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് ഇടവകളിലൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നൊന്ന് ചെയ്തിരുന്ന GC യൂത്തുകാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു ബോക്സ് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കും. അതിങ്ങനെ നമുക്ക് ആ നാട്ടിലുള്ള കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ടോയ്, ഒരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് ഞാൻ കാണാത്ത എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിക്കെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി അല്ലെങ്കിൽ ഒരു കാർഡ് എഴുതി അത് ആ ബോക്സിൽ കൊണ്ടുവരണം. അതിങ്ങനെ മൊത്തം ബോക്സ് നിറഞ്ഞ് കളക്ട് ചെയ്തിട്ട് അത് ഓർഫനേജിൽ, ഈ അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു സെമി ഓർഫൻസ് ഒക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ വസ്ത്രം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ സന്തോഷിപ്പിക്കുന്ന കളിപ്പാട്ടം ആരെങ്കിലും കൊടുക്കുന്നുണ്ട്? ആരും കൊടുക്കുന്നില്ലെന്നുള്ളത്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അവരുടെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കാണുക, അതാണ് സെലിബ്രേഷൻ, അതാണ് ആഘോഷം. അത് ഈശോ പഠിപ്പിക്കുന്ന ആഘോഷം. ഈശോ പഠിപ്പിക്കുന്ന ആഘോഷം ആഘോഷിക്കുക, സെലിബ്രേറ്റ് യുവർ ലൈഫ്. പക്ഷേ എവിടെ എങ്ങനെ ആഘോഷിക്കണം എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ ഒരു മുമ്പിൽ തനാക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൊല്ലം രൂപതയിലൊരു മുതിർന്ന വൈദികൻ മരണപ്പെട്ടു പോയി, ആന്റണി അച്ഛൻ. ആന്റണി ജോണച്ചല്ല, വേറൊരു ആന്റണി അച്ഛൻ ഉണ്ടായിരുന്നു. ഈ ആന്റണി അച്ഛൻ്റെ അച്ഛനടുത്ത് കുമ്പസാരിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെല്ലാം കേൾക്കും. നമ്മൾ ഡീറ്റെയിൽഡ് കുമ്പസാരം എല്ലാം കേട്ടിട്ട് അച്ഛൻ പറയും, ഫാദർ, സെലിബ്രേറ്റ് യുവർ ലൈഫ്, സെലിബ്രേറ്റ് യുവർ ലൈഫ്, എൻജോയ് എവറിത്തിങ് എക്സെപ്റ്റ് സിൻ. ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. എല്ലാം ആസ്വദിക്കണം, നല്ല സിനിമയ്ക്ക് പോകണം, നല്ല പിക്നിക്കിന് പോകണം, നന്നായി ഫുഡ് കഴിക്കണം, പക്ഷേ പാപം മാത്രം ചെയ്യരുത്. എൻജോയ് എവറിത്തിങ് എക്സെപ്റ്റ് സിൻ, സെലിബ്രേറ്റ് യുവർ ലൈഫ്. ഇങ്ങനെയായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. ആഘോഷങ്ങളെ ആഘോഷമായ ക്രിസ്മസ് നമ്മളെ ഓർപ്പിക്കുന്നത് ആഘോഷം എങ്ങനെ ആഘോഷിക്കണമെന്നും ആർക്കൊപ്പം ആഘോഷിക്കണമെന്നും ഏതളവ് വരെ ആഘോഷിക്കണമെന്നും ഈശോ പഠിപ്പിക്കുന്നൊരു പാഠം കൂടിയാണ്. ആഘോഷങ്ങളുടെ അതിനാഥൻ ആഗതനാകുന്ന ഈ ആഗമന കാലത്തിൽ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.